ശിവരാത്രി എന്നുള്ളൊരു ദിവസം എങ്ങനെ വന്നത് എന്നുള്ളതിനെ കുറിച്ച് പുരാണത്തിൽ 2 കഥകളാണ് പറയുന്നത്. ഹാപ്പി ശിവരാത്രി. ഇന്ന് മാർച്ച് 8 ശിവരാത്രിയാണ്. എനിക്കിന്ന് ഹോളിഡേ ആണ്. അപ്പം ഈ വർഷത്തെ ശിവരാത്രി എനിക്ക് കുറച്ച് സ്പെഷ്യലാണ്. സോ ഐ തോട്ട് ഓഫ് റെക്കോർഡിങ് ദിസ് വീഡിയോ. എൻ്റെ ഫസ്റ്റ് എവർ ശിവരാത്രി വ്രതം ഞാൻ എടുക്കുന്നൊരു ദിവസമാണ് ഇന്ന്. സോ ശിവരാത്രി വ്രതം അല്ലെങ്കിൽ നോൽമ്പ് എന്ന് പറയുമ്പോൾ പലരും പല രീതിയിലായിരിക്കും എടുക്കുക. ചിലവരാണെങ്കിൽ കഠിന വ്രതമായിരിക്കും, ഉമിനീര് പോലും ഇറക്കാതെ നാളെ വരെ ശിവരാത്രി നോൽമ്പ് മുറിയുന്നവരെ ഇരിക്കും. അതൊക്കെ ഓരോ ആൾക്കാരുടെ ബോഡിയും കപ്പാസിറ്റി സ്റ്റാമിനയൊക്കെ അനുസരിച്ചിരിക്കും കേട്ടോ. ഇപ്പം എനിക്ക് കുറച്ച് ഗ്യാസ്ട്രിക് ഇഷ്യൂ ഒക്കെ ഉള്ള ആളാണ്. എനിക്ക് അങ്ങനെ ത്രൂ ഔട്ട് ഫുഡൊന്നും കഴിക്കാണ്ടിരിക്കാൻ പറ്റില്ല. അത് കാരണം തന്നെ എനിക്ക് അത്രയും വിശക്കണു, ഇഫ് നീഡഡ് ഞാൻ കുറച്ച് ഇളനീര് വെള്ളവും പിന്നെ കുറച്ച് ഫ്രൂട്ട്സ്, പഴം, പപ്പായ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പം അത് എനിക്ക് വേണം തോന്നുമ്പോൾ മാത്രം കഴിക്കും കേട്ടോ. മാക്സിമം ഞാൻ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കും. പക്ഷെ ഗ്യാസ്ട്രിക് ഇഷ്യൂ എനിക്ക് അങ്ങേയറ്റം വരെ ഉള്ളത് കാരണം ഞാൻ കുറച്ചൊന്നും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലാണ് ഞാൻ ശിവരാത്രി വ്രതം എടുക്കുന്നത്. പിന്നെ ഏത് ഭഗവാനും പറഞ്ഞിട്ടില്ലല്ലോ സ്വന്തം ബോഡി ഹാം ചെയ്തിട്ട് നമ്മൾ വ്രതം എടുക്കണം എന്ന്. അപ്പം അങ്ങനെ വ്രതം എടുക്കാനാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. സോ ഇന്നത്തെ വീഡിയോ ബേസിക്കലി ഒരു ശിവരാത്രി വ്ളോഗ് ആയിരിക്കും. ലൈക്ക് ഹൗ ഡിഡ് ഐ ഫാസ്റ്റ് ഓൺ ശിവരാത്രി എന്നുള്ളതൊക്കെ ആയിരിക്കും. സോ വെൽക്കം ടു എ ശിവരാത്രി ഡേ ഇൻ മൈ ലൈഫ്. ശിവരാത്രി എന്നുള്ളൊരു ദിവസം എങ്ങനെ വന്നത് എന്നുള്ളതിനെ കുറിച്ച് പുരാണത്തിൽ 2 കഥകളാണ് പറയുന്നത്. അതിൽ ആദ്യത്തെ കഥ വന്നിട്ട് പാലാഴി മദനം രൂപം കൊണ്ട സമയത്ത് കാളകൂട വിഷത്തെ ശ്രീ പരമശിവൻ പാനം ചെയ്യുകയും അതായത് കുടിക്കുകയും ശ്രീ പാർവതി ദേവി വിഷം അകത്ത് ചെല്ലാതിരിക്കാൻ കണ്ടത്തിൽ മുറുക്കി പിടിക്കുകയും മഹാവിഷ്ണു വിഷം തുപ്പാതിരിക്കാൻ വായ പൊത്തിപ്പിടിക്കുകയും ചെയ്തു. അങ്ങനെ ഈ വിഷം വന്നിട്ട് കണ്ടത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. അങ്ങനെയാണ് പരമശിവന് നീലകണ്ഠൻ എന്നുള്ളൊരു പേര് വന്നത്. പാർവതി ദേവി മറ്റ് ദേവിമാരും ശിവന് വേറെ ഒരു ആപത്തും വരാതിരിക്കാൻ അന്നത്തെ രാത്രി ഉറക്കമൊഴിച്ച് പല പൂജകളും പ്രാർത്ഥനകളും ചെയ്തൊരു ദിവസമാണ് ശിവരാത്രി. രണ്ടാമത്തെ കഥ എന്ന് പറയുന്നത് ശ്രീ മഹാവിഷ്ണുവിന്റെ നാഭിയിൽ നിന്നും ഉടലെടുത്ത ഒരു താമരപ്പൂവിൽ ജീവൻ കൊണ്ടതാണ് ബ്രഹ്മാവിന്. നാഭി എന്ന് വെച്ചാൽ പൊക്കിൾ. അപ്പൊ ശ്രീ മഹാവിഷ്ണുവിന്റെ പൊക്കിളിൽ നിന്നും ഒരു താമരപ്പൂ വരികയും അതിൽ ബ്രഹ്മാവ് ജനിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ബ്രഹ്മാവ് പുറത്തു വന്നിട്ട് മഹാവിഷ്ണുവിനോട് ചോദിക്കുകയാണ്, നീ ആരാണെന്ന്. അപ്പൊ മഹാവിഷ്ണു പറയാണ് ബ്രഹ്മാവിനോട്, നിന്റെ സൃഷ്ടാവും പരമപരിപാലകനുമാണ് ഞാനെന്ന്. ഇത് കേട്ട ബ്രഹ്മാവ് ഒട്ടും തൃപ്തികരമല്ലാതെ മഹാവിഷ്ണുവിനോട് യുദ്ധം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇവര് രണ്ടുപേരും യുദ്ധം ചെയ്യുന്നതിന്റെ മധ്യേ ഒരു ജ്യോതിർലിംഗം പ്രത്യക്ഷപ്പെടുകയാണ്. പക്ഷെ ആ ലിംഗത്തിന്റെ മേലഗ്രഹവും താഴഗ്രഹവും ദൃശ്യമായിരുന്നില്ല. അങ്ങനെ ഒരു അശരീരി വരികയാണ്. ഈ ജ്യോതിർലിംഗത്തിന്റെ അഗ്രം കണ്ടുപിടിക്കുന്നത് ആരാണോ അവനാണ് ശ്രേഷ്ഠൻ എന്ന്. അങ്ങനെ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ബ്രഹ്മാവാണെങ്കിൽ മേലോട്ടും മഹാവിഷ്ണു ആണെങ്കിൽ താഴോട്ടും പോയിട്ട് കുറേ നോക്കി. പക്ഷെ അവർ രണ്ടുപേരും കാണാൻ പറ്റാണ്ട് തിരിച്ച് പഴയ സ്ഥാനത്ത് തന്നെ വന്ന് നിൽക്കുകയാണ്. അങ്ങനെ ഇവരുടെ മുന്നിൽ പരമശിവൻ പ്രത്യക്ഷപ്പെടുകയും അദ്ദേഹത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഇവരെ അറിയിക്കുകയും ചെയ്തു. അതായത് അദ്ദേഹം പ്രത്യക്ഷപ്പെട്ട ദിവസം മാഘമാസത്തിലെ കറുത്ത പക്ഷത്തിലെ ചതുർദശി രാത്രിയിലായിരുന്നു. അപ്പൊ അന്നത്തെ രാത്രി എല്ലാ വർഷവും എല്ലാവരും നല്ല രീതിയിൽ ആഘോഷിക്കണമെന്നും ആ രാത്രി ശിവരാത്രി എന്ന് അറിയപ്പെടുകയും ചെയ്യുമെന്ന് പരമശിവൻ ഇവരോട് പറഞ്ഞു. അപ്പൊ ഇതൊക്കെയാണ് ശിവരാത്രിയുടെ ഐതിഹ്യം എന്ന് പറയുന്നത്. ഞാൻ വേറെയും കുറെ സ്റ്റോറീസ് കേട്ടിട്ടുണ്ട്. അതായത് പരമശിവൻ ശ്രീ പാർവതിയെ വീണ്ടും കല്യാണം കഴിച്ചൊരു ദിവസം കൂടെയാണ് ശിവരാത്രി എന്നുള്ളത്. പക്ഷെ പുരാണത്തിൽ മെയിനായിട്ടും ഈ 2 സ്റ്റോറീസ് ആണ് ഉള്ളത് കേട്ടോ. സോ എൻ്റെ ശിവരാത്രി ഫാസ്റ്റിംഗ് ഇവിടെ ആരംഭിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, വ്രതം പറയുന്നത് ചിലവർ കഠിന വ്രതം എടുക്കാറുണ്ട്, ഉമനീര് പോലും ഇറക്കാതെ. പിന്നെ ഫാസ്റ്റിംഗ് എടുക്കുന്നവർ, അതായത് എന്നെ പോലെ ഭയങ്കരമായിട്ട് കഠിന വ്രതം എടുക്കാൻ പറ്റാത്തവര് ചെറുതായിട്ട് ഇങ്ങനെ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കാനായിട്ട് നോക്കുക. ചോറ്, കറി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ്ലി റെസ്ട്രിക്ട് ചെയ്യണം. ആൻഡ് നമ്മൾ ഈ ഫാസ്റ്റിംഗ് എടുക്കുന്നതിന്റെ ഒരു മെയിൻ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ മൈൻഡ് ആൻഡ് ബോഡി ഒന്ന് ഡീടോക്സിഫൈ ചെയ്യാനാണ്. മനസ്സും ശരീരവും ഒന്ന് ശുദ്ധീകരിക്കാനുള്ളൊരു ദിവസം കൂടെയാണ് ശിവരാത്രി കേട്ടോ. അപ്പം ഞാൻ പ്രാർത്ഥിച്ചിട്ട് അടുക്കളയിൽ കയറി വന്ന് ദോശ ചുടുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതെന്താ വ്രതമാണെന്ന് പറഞ്ഞു നിന്നിട്ട് ദോശ ചുടണമെന്ന്. ഇത് അമ്മുമ്മയ്ക്കും അപ്പയ്ക്കും ഉള്ള ദോശയാണ് കേട്ടോ. അവർ കുറച്ച് ഏജ്ഡ് ആയത് കാരണം തന്നെ അവർ വ്രതമൊന്നും എടുക്കുന്നില്ല. ഇത് ഗോതമ്പും ചോളപ്പൊടിയും കൊണ്ട് ഉണ്ടാക്കുന്ന ദോശ കേട്ടോ. അപ്പം ഞാൻ അവർക്ക് ദോശയൊക്കെ ചുട്ടുകൊടുത്ത് സെറ്റായി. ദോശ നല്ല സൂപ്പറായി വന്നു കേട്ടോ. ഇനി എൻ്റെ ഫാസ്റ്റിംഗ് ആയിരിക്കുകയാണ്. ഒരു 11:21 ആയപ്പോൾ അതുവരെ ഞാൻ പിടിച്ചു നിന്നു. പിന്നെ എനിക്ക് വയറ് ചെറുതായിട്ട് സീനായി തുടങ്ങിയപ്പോൾ ഞാൻ ഇളനീര് വെള്ളവും ഒരു പഴവും കഴിച്ചു കേട്ടോ. പഴത്തിനൊക്കെ ഇത്ര ടേസ്റ്റോ ഗൈസ്, വിശന്നിട്ടാ തോന്നുന്നു. പിന്നെ ഇളനീരിന്റെ ഉള്ളിലത്തെ ആ സാധനം കഴിച്ചു. അത് പല്ലിലൊക്കെ കുത്തിന്നാലും എടുത്തു മാറ്റി ഞാൻ മൊത്തം കഴിച്ചു. പിന്നെ ഉച്ചയായപ്പം ഒരു 2:20 ആയിട്ടുണ്ടായിരുന്നു. ഞാൻ അതിന്റെ ക്ലിപ്പിംഗ് എടുക്കാനായി വിട്ടുപോയി ഗൈസ്. അപ്പൊ ചെറുതായി വിശന്നപ്പോൾ ഞാൻ കുറച്ച് പപ്പായയും കുറച്ച് തണ്ണിമത്തനും കഴിച്ചു കേട്ടോ. ഒരു 5 പീസ് വെച്ചിട്ടേ കഴിച്ചുള്ളൂ. അത് കഴിച്ചു. ഇപ്പൊ സമയം വന്നിട്ട് 3 മണിയായി ഗൈസ്. എനിക്ക് ചെറുതായിട്ടൊരു അസ്വസ്ഥത ഇല്ലാന്നില്ല, എന്നാലും കുഴപ്പമില്ല, നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഉച്ചയ്ക്ക് ഞാൻ 2 മണിക്കായിരുന്നു കേട്ടോ ഫ്രൂട്ട്സ് കഴിച്ചത്. ഞാൻ ടൈം കാണിക്കാനായിട്ട് മറന്നിട്ടുണ്ടായിരുന്നു. രാവിലെ 11:15 സംതിങ്ങിനായിരുന്നു ഞാൻ ഇളനീര്
പഴവും കഴിച്ചത്. ഉച്ചയ്ക്ക് ഞാൻ തണ്ണിമത്തനും പപ്പായും 2 മണിക്കാണ് കഴിച്ചത്. കുറച്ചേ കഴിച്ചുള്ളൂ, ഒരു 5-6 പീസ് വെച്ചിട്ട് 2ൻ്റെയും കഴിച്ചു. സോ ഫാർ ഗോയിങ് ഗ്രേറ്റ്. ഇതുപോലെ തന്നെ നമ്മൾ നല്ല രീതിയിൽ പൂർത്തീകരിക്കും. അങ്ങനെ വൈകിട്ട് ഒരു 6 മണി സമയത്ത്, ഇപ്പം ചൂടുകാലമായത് കാരണം പെട്ടെന്ന് ഇരുട്ടാറില്ല, അതാണ് ഇത്ര വെളിച്ചം അടിക്കണം കേട്ടോ. ഞാൻ കുറച്ച് TV ഒക്കെ കണ്ടിരുന്നു, പിന്നെ തുമ്മലായിരുന്നു. അങ്ങനെ നമ്മുടെ ശിവരാത്രി ഡേ ഹാസ് ഓൾമോസ്റ്റ് കം ടു ആൻ എൻഡ്. ഇപ്പം സമയം വന്നിട്ട് 6:15 കഴിഞ്ഞ് 6:20 ആവാറായി കേട്ടോ. ഞാൻ ഉച്ചയ്ക്ക് ഫ്രൂട്ട്സ് കഴിച്ച് നിങ്ങൾ കണ്ടല്ലോ. അതിനുശേഷം ചെറുതായിട്ടൊരു എനർജി കുറവുണ്ടായിരുന്നു, പക്ഷേ വീട്ടു ജോലികളിൽ ഏർപ്പെട്ടപ്പോൾ എല്ലാ എനർജിയും തിരിച്ച് വന്നു എന്ന് വേണം പറയാൻ. അപ്പോൾ രാത്രി ഇതേ ഫ്രൂട്ട്സ് തന്നെ ആയിരിക്കും ഞാൻ കഴിക്കണത്. അപ്പോൾ അത് വീണ്ടും കാണിച്ച് നിങ്ങളെ വെറുപ്പിക്കുന്നില്ല. സോ മൈ ശിവരാത്രി ഡേ വാസ് ടു ഗുഡ്. എൻ്റെ ഫസ്റ്റ് ഫാസ്റ്റിംഗ് എക്സ്പീരിയൻസ് വളരെ നല്ലതായിരുന്നു. ഞാൻ ആദ്യം കുറച്ച് ടെൻസ്ഡ് ആയിരുന്നു, ഇത് ശരിക്കും എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്നൊക്കെ. പക്ഷേ ഇപ്പോൾ കുഴപ്പമില്ല കേട്ടോ, ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഈ വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഹൗ ഡിഡ് യുവർ ശിവരാത്രി വെൻ ലൈക്ക് എന്ന് പറയൂ. ആൻഡ് subscribe to my channel and stay tuned for more videos. Bye bye.